ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരുടെയും ഓണത്തിരക്കൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു നൈറ്റ് ഫേസ് ക്രീം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലോട്ടസിൻ്റെ നൈറ്റ് ഫേസ് ക്രീമാണ്. ഇതാണ് ആ ക്രീം. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇത് എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കളറൊക്കെ മങ്ങിയിട്ട് ഇങ്ങനെ കരുവാളിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടും ആ പഴയ ഒരു കളറൊന്നും വരാതെ എപ്പോൾ നോക്കിയാലും ഒരു കരുവാളിച്ച് ഇരിക്കുന്നൊരു ചത്ത മുഖം പോലെ എന്ന് തന്നെ പറയാം. അതേപോലെ ഇരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, എന്ത് ചെയ്താൽ ഇത് മാറിക്കിട്ടും, അപ്പോൾ ഡോക്ടറെ പോയി കണ്ടാലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്യൂട്ടി പാർലറിൽ ഒരു ചേച്ചിയുടെ ഞാൻ ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഈ നൈറ്റ് ഫേസ് ക്രീം ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയ ക്രീമിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. എങ്കിലും ആ ചേച്ചി പറഞ്ഞതുകൊണ്ടൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉപയോഗിച്ചു. നല്ലൊരു മാറ്റം ഉണ്ടായി എനിക്ക്. രാത്രിയിൽ ഇത് കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യുക, രാവിലെ കഴുകി കളയുക. അപ്പം ഞാൻ 4 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചപ്പോൾ ഇതെനിക്ക് നല്ലൊരു റിസൾട്ടാണ് തന്നത്. എന്ന് വെച്ചിട്ട് നമ്മളിപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളങ്ങ് എന്താ പറയുക, വെളുത്ത് ഫെയറായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ കറക്കത്തേ ഇല്ല, എപ്പോഴും ആ ഒരു ഫെയർ കളറായിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ആ ഒരു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കരുവാളിപ്പൊക്കെ ഉള്ളതൊക്കെ അങ്ങ് മാറിക്കിട്ടിയിട്ട് പിന്നെ നമ്മൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ പിന്നും കുറച്ച് ഡൗൺ ആയിട്ട് വരും. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കളറ് വരും. അതായത് പക്ഷേ കളറ് വരുന്നത് മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഗ്ലോ ഇല്ലേ, അതായത് നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പോൾ ഒരു നല്ലൊരു തേജസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു ഇത് വരും മുഖത്ത്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്, ഇതുപോലെയൊക്കെ ഗുണം ചെയ്യുന്ന വേറൊരു സംഭവമാണ് റോസ് വാട്ടർ. ഇതും പിന്നെ നമ്മുടെ ഗ്ലിസറിനും കൂടി. ഈ ഗ്ലിസറിന് പിന്നെ ഈ ബോട്ടിൽ തന്നെ ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് വേറെ വേറെ ബോട്ടിലൊക്കെ കിട്ടും ഗ്ലിസറിൻ. അപ്പോൾ അതിങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ നമ്മൾ എപ്പോൾ ഇത് ഉപയോഗിക്കണമെന്ന് തോന്നും അപ്പോഴും നമുക്കിങ്ങനെ കയ്യിലോട്ട് കുറച്ച് ഒരു 2 തുള്ളി ഗ്ലിസറിൻ എടുത്തിട്ട് അതിൽ ഈ റോസ് വാട്ടർ ഒരു 4-5 തുള്ളി ഒഴിച്ചിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ മുഖത്ത് തേക്കുക. ഗ്ലിസറിൻ അങ്ങ് അധികം ആയിപ്പോവരുതേ, കാരണം ഒരു പശപ്പുണ്ട് ഈ ഗ്ലിസറിന്. അപ്പോൾ നമ്മൾ റോസ് വാട്ടറിനേക്കാളും ഗ്ലിസറിന് മുന്നിട്ട് നിന്നാൽ ഒരു പശപ്പുണ്ടാവും. അപ്പം ഒരു മാക്സിമം ഒരു 2 തുള്ളി ഗ്ലിസറിൻ എടുത്തിട്ട് ഒരു 4-5 തുള്ളി ഈ റോസ് വാട്ടർ ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുക. അതും നല്ലൊരു റിസൾട്ടാണ്. പിന്നെ ഇതൊന്നും അങ്ങനെ അത്ര, ഈ 2 സാധനം, ഈ റോസ് വാട്ടറും ഗ്ലിസറിനൊന്നും അങ്ങനെ അധികം എന്താ പറയുക, മായമൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. മറ്റുള്ള ക്രീമിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അധികം ഇതില്ലാത്ത ആണ്. പിന്നെ ഇതും ക്രീം ഞാൻ പറയില്ല, ക്രീം ഒക്കെ ഒരുപാട് എന്താ പറയുക, നമ്മൾ മുഖത്തൊക്കെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ എല്ലാവരും ക്രീം, ഈ നാച്ചുറൽ സംഭവങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. എല്ലാവരും ക്രീമൊക്കെ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. മുഖത്തായാലും എല്ലാം ക്രീമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആരും അങ്ങനെ മെനക്കെടാറില്ല നാച്ചുറൽ സംഭവങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാച്ചുറൽ സംഭവമാണ് എപ്പോഴും നമുക്ക് നല്ലത്. പിന്നെ ഇങ്ങനെ എന്നെപ്പോലെ തിരക്കൊക്കെ പിടിച്ച ആൾക്കാർക്ക് സമയം കിട്ടാതെ വരുന്ന സമയങ്ങളിൽ ഈ ക്രീമൊക്കെ നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. സമയം കിട്ടുന്ന ആൾക്കാർ എപ്പോഴും നാച്ചുറൽ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം, ഈ ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴായാലും ഇവിടെ നമ്മുടെ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. നമ്മളെ മുഖത്തൊക്കെ ഇടുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്യണം കയ്യിൽ. ഇവിടെ ഇങ്ങനെ മൊബൈൽ വെക്കാൻ വേറൊരു സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ. ഇവിടെ ഈ കൈയുടെ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഇവിടെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുമ്പോൾ
മാത്രം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇത് മുഖത്തൊക്കെ യൂസ് ചെയ്യാവൂ. എന്തെങ്കിലും അലർജിയോ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ക്രീമുകളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ലാസ്റ്റ് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇത് എന്തായാലും ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ ക്രീമൊക്കെ പിന്നെ ഇതങ്ങ് ഭയങ്കര സുന്ദരിമാരാക്കോ ഈ ക്രീമൊക്കെ അങ്ങ് തേച്ചാൽ എന്നൊക്കെ ചിലർ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് അവരെ തെറ്റല്ല. പക്ഷേ ഞാനിത് ഉപയോഗിച്ചപ്പോൾ സത്യം പറയാലോ, ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടൊന്നുമില്ല ഈ ക്രീം ഇത് ഇട്ടതുകൊണ്ട് ഈ പറയുന്ന ഈ ഡാർക്ക് സർക്കിളൊക്കെ മാറി എൻ്റെ മുഖം ഒരു തേജസ്സാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇത് ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും.